ഇന്ത്യ ചരിത്രം തിരുത്തി എഴുതിയിരിക്കുകയാണ് നമ്മുടെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി. അതായത് ഒരു പുതിയ റെക്കോർഡിട്ടു എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രി പദത്തിലിരിക്കുന്ന രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്ന ബഹുമതിയാണ് ഇപ്പോൾ നരേന്ദ്രമോദി സ്വന്തമാക്കിയിരിക്കുന്നത്. അതായത് 2025 ജൂലൈ 25 ആയപ്പോൾ 4078 ദിവസങ്ങളാണ് തുടർച്ചയായി പ്രധാനമന്ത്രി പദത്തിൽ നരേന്ദ്രമോദി ഇരുന്നത്. മുമ്പ് കോൺഗ്രസിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ഏതാണ്ട് 4077 ദിവസമാണ് ഇങ്ങനെ പ്രധാനമന്ത്രി പദത്തിലിരുന്നത്. ഇന്ദിരാഗാന്ധി ഇപ്പം മറികടന്നുകൊണ്ട് ഒരു സുവർണ ലിപികളിൽ നരേന്ദ്രമോദി തൻ്റെ പേര് എഴുതി ചേർത്തു എന്ന് പറയാം. വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇന്ദിരാഗാന്ധി ഈ ജനാധിപത്യത്തെ അട്ടിമറിച്ചുകൊണ്ട് അല്ലെ പാർലമെൻറ്റിനെയൊക്കെ തന്നെ പിരിച്ചു വിട്ടുകൊണ്ടുള്ള നടപടിക്രമങ്ങളിലൂടെയാണ് ഈ 4077 ദിവസം ഒരേപോലെ പ്രധാനമന്ത്രി കസേരയിലിരുന്നത്. എന്നാൽ നരേന്ദ്രമോദി അങ്ങനെയല്ല. ജനാധിപത്യത്തെ പൂർണ്ണമായും ബഹുമാനിച്ച് പാർലമെൻറ്റിനെ അംഗീകരിച്ച് ശരിയായ രീതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ചെയ്തത്. അതായത് പ്രധാനമന്ത്രി പദത്തിലേക്ക് 2014 നരേന്ദ്രമോദി എത്തുമ്പോൾ ആദ്യം പാർലമെൻറ്റ് മന്ദിരത്തിൻ്റെ കവാടത്തിൽ ചെന്ന് അവിടുത്തെ പടിയിൽ തൊട്ട് വണങ്ങിയതിന് ശേഷമാണ് അകത്തേക്ക് കയറുന്നത്. അതായത് ജനാധിപത്യത്തെ, ഇന്ത്യൻ പാർലമെൻറ്റിനെ എത്രത്തോളം ബഹുമാനിക്കുന്നു, ആദരിക്കുന്നു എന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് പ്രധാനമന്ത്രി നടന്നു കയറിയത്. അതിനുശേഷം 2 തവണയും വീണ്ടും അധികാരത്തിലേറിയപ്പോഴും ഇതുപോലെ തന്നെ ജനാധിപത്യത്തെ അംഗീകരിക്കുന്നു. എന്നാൽ ഇന്ദിരാഗാന്ധി അങ്ങനെ ആയിരുന്നില്ല. അതായത് 1966 ജനുവരി 24 മുതൽ 1977 മാർച്ച് 24 വരെയാണ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി പദത്തിലിരുന്നത്. അതായത് ഒരു സുപ്രഭാതത്തിൽ അധികാരത്തിൽ നിന്ന് ഇന്ദിരാഗാന്ധി പുറത്തു പോകുന്ന ഒരു ഘട്ടമുണ്ടായി. ആ സമയത്ത് അവർ പാർലമെൻറ്റിനെ പിരിച്ചുവിടുന്നു. എന്നിട്ട് രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. ഇതിനുശേഷം ഒരു സ്വേച്ഛാധിപതിയെ പോലെ ഇന്ത്യയെ ഭരിക്കുകയാണ് ചെയ്തത്. അങ്ങനെയൊന്നുമല്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ കൃത്യമായ രീതിയിൽ നയിച്ചുകൊണ്ടാണ് നരേന്ദ്രമോദി തുടർച്ചയായി 4078 ദിവസം ആ കസേരയിലിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇടവേളകളില്ലാതെ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രി പദത്തിലിരുന്ന രണ്ടാമത്തെ വ്യക്തി എന്ന ബഹുമതിക്കാണ് ഗുജറാത്തുകാരനായ നരേന്ദ്രമോദി അർഹനായത്. അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി പ്രധാനമന്ത്രി പദത്തിലിരുന്ന ആരാണെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രഥമ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവാണ്. അദ്ദേഹത്തിനെ മറികടക്കാനൊന്നും സാധിച്ചില്ല. പക്ഷേ നരേന്ദ്രമോദിക്ക് മുമ്പിൽ ഇനിയും കാലാവധിയുണ്ട് എന്ന് പറഞ്ഞാൽ ഇനിയും വർഷങ്ങൾ ഭരിക്കാനുള്ള ജനവിധി മുമ്പിൽ അവശേഷിക്കുന്നുണ്ട് എന്നർത്ഥം. മാത്രമല്ല ഇങ്ങനെ ഈ പദവിയിലേക്ക് അല്ലെ ഏറ്റവും കൂടുതൽ കാലം അധികാരത്തിലിരുന്ന ഒരു കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി എന്ന ബഹുമതിക്കും ഇപ്പോൾ മോദി അർഹനായിട്ടുണ്ട്. കൂടാതെ ഉയർന്ന പദവിയിൽ 2 പൂർണ്ണ കാലാവധിയും പൂർത്തിയാക്കിയിട്ടുണ്ട്. അപ്പം മോദി രാഷ്ട്രീയ യാത്രയിൽ ഒരു ചരിത്രത്തിന് തന്നെ തുടക്കം കുറിച്ചു, അല്ലെങ്കിൽ ചരിത്രത്തിലെ ഒരു പുതിയ അധ്യായത്തിന് തുടക്കം കുറിച്ചു എന്ന് പറയാം. അപ്പം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി വിജയം നേടിയ ഏക കോൺഗ്രസ് ഇതര പ്രധാനമന്ത്രി, അങ്ങനെയുള്ള ബഹുമതിയും ഈ നരേന്ദ്രമോദിയെ സംബന്ധിച്ചിട്ടുണ്ട്. മാത്രമല്ല അടിസ്ഥാന തലത്തിലുള്ള ബന്ധങ്ങൾ വളരെയധികം മെച്ചപ്പെടുത്താനായിട്ട് ശക്തമായ ആശയവിനിമയ ശേഷിയുള്ള പ്രധാനമന്ത്രി, അങ്ങനെയൊക്കെയുള്ള ഒരു ഇമേജ് സൃഷ്ടിക്കാനും മോദിക്ക് സാധിച്ചു. നേരത്തെ മോദി പ്രധാനമന്ത്രി ആയതിനു ശേഷം വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുമ്പോൾ പ്രതിപക്ഷമായ കോൺഗ്രസ് ഉൾപ്പെടെ പരിഹസിക്കുമായിരുന്നു, ഇങ്ങനെ വിദേശത്തേക്ക് കറങ്ങി നടക്കുന്ന ഒരു പ്രധാനമന്ത്രിയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷേ അതിലൂടെ അദ്ദേഹം സൃഷ്ടിച്ച നയതന്ത്ര ബന്ധങ്ങൾ, അദ്ദേഹം സൃഷ്ടിച്ച വ്യാപാര ബന്ധങ്ങൾ ഇന്ന് രാജ്യത്തിന് എത്രത്തോളം ഗുണകരമായെന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ഒരു 10-11 വർഷങ്ങൾക്ക് മുമ്പ് നാം കണ്ടിരുന്ന ഇന്ത്യയല്ല ഇന്നത്തെ ഇന്ത്യ. കാരണം സൈനിക മേഖലയിൽ, സാമ്പത്തിക മേഖലയിലൊക്കെ വലിയ കുതിച്ചുചാട്ടം നടത്തി. നമുക്കറിയാം ഏറ്റവും ഉയർന്ന സാമ്പത്തിക സ്ഥിതിയുള്ള 3-4 രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇന്ത്യ എങ്ങനെ നടന്നു കയറി. ആയുധങ്ങൾ ഇമ്പോർട്ട് ചെയ്തിരുന്ന ഒരു രാജ്യത്ത് നിന്ന് ആയുധങ്ങൾ എക്സ്പോർട്ട് ചെയ്യുന്ന ഒരു രാജ്യമായിട്ട് ഇന്ത്യ എങ്ങനെയാണ് പരിവർത്തനം ചെയ്യപ്പെട്ടത്. മാത്രമല്ല ലോകത്തെന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാവുകയാണെങ്കിൽ നയതന്ത്ര തലത്തിൽ ഇടപെടാനായിട്ട് ആദ്യം പരിഗണിക്കുന്ന പേരുകാരൻ നരേന്ദ്രമോദിയാണ്. റഷ്യ ഉക്രൈൻ സംഘർഷം ഉണ്ടായപ്പോൾ പെട്ടെന്ന് ഉയർന്നു വന്ന ഒരു പേര് നരേന്ദ്രമോദിയുടേതായിരുന്നു. അമേരിക്കയുമായിട്ട് മറ്റ് രാജ്യങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു പരിഹാരത്തിന് അവർ കാണുന്ന പേര് നരേന്ദ്രമോദിയുടേതാണ്. എന്ന് പറഞ്ഞാൽ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള ലോകത്തെ വമ്പൻ ശക്തികൾ, ജർമ്മനി, UK ഒക്കെ തന്നെ ഇന്ത്യയുമായിട്ട് വ്യാപാര കരാറിലൊക്കെ ഏർപ്പെടാൻ കഴിയുന്നത് എന്തുകൊണ്ടാണ്? നമ്മുടെ നിലവിലുള്ള ചട്ടങ്ങളെ, സ്ഥിതിഗതികളെയൊക്കെ മറികടന്നുകൊണ്ട് രാജ്യത്തിൻ്റെ പുരോഗതിക്കും വികസനത്തിനും വേണ്ടി നമ്മളെ നയിച്ച ഒരു പ്രധാനമന്ത്രിയായിരുന്നു. അപ്പം മുഖ്യമന്ത്രി എന്ന നിലയിൽ ഗുജറാത്തിൽ 3 തവണ അദ്ദേഹം വിജയിച്ചു.
അതിനുശേഷമാണ് പാർലമെൻറ്റിൽ 3 തവണ വിജയിക്കുന്നത്. അപ്പോൾ 2014, 2019, 2024 തുടർച്ചയായിട്ട് 3 തവണ വിജയിച്ച് പ്രധാനമന്ത്രി പദത്തിലെത്തിയ ഏക വ്യക്തി. തുടർച്ചയായിട്ട് ഏതാണ്ട് 24 വർഷമാണ് സംസ്ഥാന തലത്തിൽ അല്ലെങ്കിൽ കേന്ദ്രത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളെ നരേന്ദ്രമോദി നയിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു ബഹുമതി മറ്റൊരു രാഷ്ട്രീയ നേതാവിനും അവകാശപ്പെടാൻ സാധിക്കുകയില്ല. മാത്രമല്ല, മുമ്പ് ആരെങ്കിലും ഇതിന് സമാനമായിട്ടുള്ള 3 തവണ പ്രധാനമന്ത്രി പദത്തിലെത്തിയോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഉയർന്നു വരാം. ശരിയാണ്, BJPയുടെ തന്നെ പ്രധാനമന്ത്രിയായി AB വാജ്പേയിയും ഇതുപോലെ 3 തവണ പ്രധാനമന്ത്രിയായി. അതായത് അദ്ദേഹം 1996 ആദ്യമായിട്ട് പ്രധാനമന്ത്രി പദത്തിലെത്തി. അന്ന് 13 ദിവസം മാത്രമാണ് സർക്കാരിനെ നയിക്കാൻ സാധിച്ചത്. പിന്നീട് 1998 അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിലെത്തി. അന്ന് 13 മാസമാണ് രാജ്യത്തെ ഭരിച്ചത്. ഇതിനുശേഷം 1999 മുഴുവൻ ടേമും ഭരിക്കാൻ കഴിയുന്ന രീതിയിൽ വാജ്പേയിക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞത്. പക്ഷേ അപ്പോഴും ഈ തുടർച്ചയായി പ്രധാനമന്ത്രി പദത്തിൽ ഇരിക്കാനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നില്ല. ഇനി ഗുജറാത്തിലെ ഈ പറയുന്ന വാദ് നഗറിലെ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ജനിച്ച് വളർന്ന നരേന്ദ്രമോദി എങ്ങനെയാണ് പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തിയത്, എങ്ങനെയാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് എത്തിയത്, ഈ കാര്യങ്ങളെല്ലാം ഇന്ത്യൻ ജനതയ്ക്കറിയാം. അപ്പോൾ ഒരു സാധാരണ കുടുംബത്തിൽ നിന്ന് ജനിച്ച് വളർന്ന് രാജ്യത്തിൻ്റെ പുരോഗതിക്ക്, രാജ്യത്തിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടി പോരാടുന്ന ഒരു പ്രധാനമന്ത്രി എന്നുള്ള ഒരു ഇമേജ് സൃഷ്ടിക്കാൻ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല 1971 ഇന്ദിരാഗാന്ധിക്ക് ശേഷം പൂർണ്ണമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിലെത്തിയ ആദ്യത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്ന ബഹുമതിയും ഇപ്പോൾ മോദിക്ക് മേലാണ്. അതായത് മോദി സ്വന്തമാക്കിയ ഈ സുവർണ ദിനം അത് ഒരിക്കലും ഇനി ഇന്ത്യയുടെ ചരിത്രത്തിൽ നിന്ന് മായില്ല. കാരണമെന്ന് പറഞ്ഞാൽ ഇനി ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ആർക്കെങ്കിലും ഈ റെക്കോർഡ് മറികടക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ വളരെയധികം സംശയമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ നൂറ്റാണ്ടിലോ ഇനി വരുന്ന നൂറ്റാണ്ടിലോ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഇതുപോലെ ഒരു പിന്തുണ, ഇതുപോലെ ഒരു നേട്ടം കൈവരിക്കാനുള്ള സാധ്യത ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇനി കാണുന്നില്ല. കാരണം ഇത്തരത്തിൽ ജനസമ്മതി നേടിയെടുക്കാനും 3 തവണ ഗുജറാത്തിനെ പുരോഗതിയിലേക്ക് നയിക്കാനും നരേന്ദ്രമോദിക്ക് സാധിച്ചു. അതുകൊണ്ടാണ് പിന്നീട് ഇന്ത്യയെ നയിക്കാനുള്ള നിയോഗം അദ്ദേഹത്തിലേക്ക് വന്നുപെട്ടത്. അങ്ങനെ ഒരു ദശാബ്ദത്തിലേറെ ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി പദത്തിലിരുന്ന് തൻ്റെ കഴിവുകൾ മുഴുവൻ പ്രകടിപ്പിച്ച നരേന്ദ്രമോദിക്ക് പിന്നീട് രാജ്യത്തെ നയിക്കാനുള്ള നിയോഗം വന്നു. അങ്ങനെയാണ് തുടർച്ചയായി 4078 ദിവസം ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കസേരയിലിരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അങ്ങനെ ഇന്ദിരാഗാന്ധി എന്ന് പറയുന്ന സ്വേച്ഛാധിപതിയായ ഒരു പ്രധാനമന്ത്രി കൈയടക്കി വച്ചിരിക്കുന്ന റെക്കോർഡാണ് മോദി തകർത്തത്. നേരത്തെ പറഞ്ഞതുപോലെ ഭരണം നഷ്ടപ്പെടുമെന്ന ഘട്ടത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. ഒരു സ്വേച്ഛാധിപതിയെ പോലെ പാർലമെൻറ്റ് പിരിച്ചുവിട്ട് ഭരണം നടത്തുന്നു. മോദി അങ്ങനെയൊന്നുമല്ല, കൃത്യമായ ഭൂരിപക്ഷത്തോടു കൂടിയാണ് വന്നത്. അതായത് ആദ്യമായിട്ട് വന്ന 2014 അന്ന് 272 സീറ്റുകളുമായിട്ടാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വരുന്നത്. 2019 ആയപ്പോൾ 303 സീറ്റുകൾ നേടി മൃഗീയ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലെത്തി. 2024 ആയപ്പോഴേക്കും NDA മുന്നണിയിലുള്ള എല്ലാ പാർട്ടികളുടെയും പിന്തുണയോടുകൂടി വീണ്ടും അധികാരത്തിലേക്ക് എത്തുന്നു. അങ്ങനെ തുടർച്ചയായി 3 തവണ അധികാരത്തിലേക്ക് എത്തിയ പ്രധാനമന്ത്രി എന്ന നിലയിൽ രാജ്യത്തിന് തന്നെ ലോകത്തിന് മുന്നിൽ ഉയർത്തി കാണിക്കാൻ കഴിയുന്ന അഭിമാനമാണ് നരേന്ദ്രമോദി. അപ്പം ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ ഇനിയും അദ്ദേഹത്തിന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. കാരണം ജവഹർലാൽ നെഹ്റുവാണ് ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്നത്. പക്ഷേ നരേന്ദ്രമോദിക്ക് മുമ്പിൽ ഇനിയും കാലം അവശേഷിക്കുന്നു. 74 വയസ്സുകാരനാണ്. ഇനിയും ഈ പറയുന്ന തിരഞ്ഞെടുക്കപ്പെട്ട രീതിയിലുള്ള കാലാവധി അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ്. അദ്ദേഹം എന്ത് തീരുമാനിക്കുന്നു എന്നുള്ളത് ലോകം ഉറ്റുനോക്കുന്നുണ്ട്. അങ്ങനെ ലോകത്തെ വൻ ശക്തികളിലൊന്നാക്കി ഇന്ത്യയെ വളർത്തിക്കൊണ്ട് വരാനായിട്ട് പ്രധാനമന്ത്രി എന്ന നിലയിൽ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എതിർത്ത് നിന്ന ആളുകൾ പോലും ഇപ്പോൾ നരേന്ദ്രമോദിക്ക് വലിയ തോതിൽ പിന്തുണ നൽകുന്നത്. മാത്രമല്ല ലോകരാജ്യങ്ങൾക്കിടയിൽ വലിയ സ്വാധീനം ചെലുത്താൻ ഇന്ത്യക്ക് സാധിച്ചു. എവിടെ പോയാലും ഇന്ത്യക്ക് ഒരു സീറ്റ് ഉറപ്പിച്ച് നിർത്താനായിട്ട് ലോകരാജ്യങ്ങൾ സമ്മതിച്ചു എന്നുള്ളത് നരേന്ദ്രമോദിയുടെ ഭരണ നേട്ടമാണെന്നാണ് എടുത്തു പറയുന്നത്. എന്തായാലും 4078 ദിവസം തുടർച്ചയായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കസേരയിൽ ഇരുന്നതോടുകൂടി തുടർച്ചയായി ഈ പദവിയിൽ ഇരിക്കാൻ കഴിഞ്ഞ രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുന്ന അസുലഭ നേട്ടമാണ് മോദിയെ തേടി ഇപ്പോൾ എത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.